അമേരിക്കൻ ബേസുകൾക്ക് നേരെ മുൻകൂർ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വരുന്നു. അമേരിക്കയുടെ വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിന്റെ ദി ടൈംസ് ഓഫ് ഇസ്രായേലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാൾ സ്ട്രീറ്റ് ജേർണലിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കുള്ള കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇറാന് പ്രത്യേകമായ ചില അധികാരങ്ങൾ സൈറ്റ് ഓഫ് ഹോർമസിൽ നൽകാൻ പോകുന്നു. അതേസമയം ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഒരു മുൻകൂർ ആക്രമണം ഉടനെ തന്നെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ നടത്താനാണ് ഇറാൻ പദ്ധതിയിടുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ചർച്ചകൾക്ക് കൂടെ ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ടാകും. പക്ഷെ ആ ആക്രമണത്തെ പരാജയപ്പെടുത്തുക എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഈ പദ്ധതിയിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ബേസുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്താനായിരിക്കും ഇറാൻ ഇതിലൂടെ പദ്ധതിയിടുന്നത്. എന്തായിരുന്നാലും വാൾ സ്ട്രീറ്റ് ജേർണൽ വളരെ വ്യക്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് മുവഫക് സൽത്തി എന്നറിയപ്പെടുന്ന ജോർദാനിലുള്ള അമേരിക്കൻ സപ്പോർട്ട് ബേസിന് നേരെ ആക്രമണം ഇറാൻ നടത്തിയത്. ഈ ആക്രമണത്തിൽ 9ഓളം F-35 യുദ്ധവിമാനങ്ങളാണ് തകർന്നത് എന്നാണ് പറയുന്നത്. അതിൽ 6 എണ്ണം വലിയ രൂപത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള 3 എണ്ണത്തിനും വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റു. അത് സർവീസിന് പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഇറാൻ തന്നെ ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് നിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ രീതിയിലുള്ള വലിയ ആക്രമണങ്ങൾ വ്യാപകമായി തന്നെ അമേരിക്ക ഏതെല്ലാം ബേസുകളിൽ നിന്നാണോ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബേസുകളെ മുൻകൂർ ആക്രമണം നടത്തി അമേരിക്കൻ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു സൈനിക നടപടിയാണ് ഇറാനിൽ നടത്താൻ പോകുന്നത് എന്നാണ്. പെട്ടെന്നാണ് അമേരിക്ക ചില സമ്മർദ്ദങ്ങൾ കാരണം ഇറാനുമായി ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാകുന്നു എന്ന വാർത്ത വരുന്നു. എന്നാൽ ഈ ചർച്ച ഒരു പ്രഹസനമായി മാറുകയാണെങ്കിൽ, മാത്രമല്ല ഇതിന് പിന്നിൽ ചതിയാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കയുടെ ബേസുകളെ കാത്തു നിൽക്കുന്നത് ഇറാന്റെ മിസൈലുകളുടെ അതിശക്തമായ പ്രഹരമായിരിക്കും എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. എന്തായിരുന്നാലും ഒരു വലിയ ആക്രമണത്തിന് അമേരിക്ക പദ്ധതിയിടുമ്പോൾ ശക്തമായ ചെറുത്തുനിൽപ്പിന് അല്ല പ്രത്യാക്രമണത്തിന് ഇറാൻ വലിയ രൂപത്തിലുള്ള കോപ്പ് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്.